ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്ന് അമ്മച്ചിക്കറിയാം. നമുക്കൊരു കർത്താവ് പറഞ്ഞ ഒരു കഥ നമുക്ക് പഠിക്കാം. അതിന് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ക്ഷമിക്കുന്നതിനെക്കുറിച്ചാണ്. നമുക്കെല്ലാം ക്ഷമിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ? കുഞ്ഞുങ്ങളോട് കൂട്ടുകാരെന്തെങ്കിലും ചെയ്താൽ ഉടനെ നിങ്ങളങ്ങ് ക്ഷമിച്ച് കളയുമില്ലേ? അതുപോലെ തന്നെ പ്രായമുള്ളവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മമ്മിയോട് ക്ഷമിക്കത്തില്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങളും ഉണ്ടില്ലേ? വലിയവരും അങ്ങനെ തന്നെ കേട്ടോ. ആൻറ്റിമാർ 10 വർഷം കഴിഞ്ഞാലും ക്ഷമിക്കാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇതുണ്ട്. എന്തിനു വേണ്ടി? അമ്മമാർ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, അവർ സ്നേഹം കൊണ്ട് ചെയ്തതായിരിക്കും. എന്നാൽ ആ അമ്മമാർ ചെയ്തു കഴിഞ്ഞിട്ട് അമ്മമാർ മരിച്ചു കഴിഞ്ഞിട്ട് പോലും അത് എന്നോട് അന്ന് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അത് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന മക്കളുമുണ്ട്. നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ? അത് ചിലരങ്ങനെയാണ്. 20 വർഷം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഗുണമുണ്ടോ? അത് ചെയ്തവർ മരിച്ചുപോയി. ഇനി അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ മനസ്സിന് പ്രയാസപ്പെട്ടുകൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. എന്നാലും അത് ക്ഷമിക്കാതെ ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ കിട്ടിയില്ല, അമ്മമാർ ചില കാര്യങ്ങൾ മക്കൾക്ക് തന്നില്ല, പഠിപ്പിച്ചില്ല, ചില കാര്യങ്ങൾ ചെയ്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. കാരണം അമ്മമാർക്ക് ഒരു മകനോ 2 മകളോ ആയിരിക്കത്തില്ലല്ലോ അന്നത്തെ കാലത്ത്. ചിലപ്പോൾ 4-5 പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം. അവരവരുടെ കാര്യം മാത്രമേ, നമ്മുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ 5 പേരുടെ കാര്യം എങ്ങനെ എന്നാണ് പേരൻസ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കിട്ടാത്ത കാര്യത്തിൽ ക്ഷമ ഒക്കെ കുറച്ച് നാളത്തേക്കൊക്കെ വൈരാഗ്യവും വിഷമവും ഒക്കെ ഉണ്ടാകും. എന്നാലും പിന്നെയും മരിച്ചു കഴിഞ്ഞതിന് ശേഷം, അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞതിന് ശേഷം പോലും ക്ഷമിക്കാതെ അതെല്ലാം വെച്ച് ഇങ്ങനെ പുളിപ്പിച്ച് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വല്പം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ കാര്യമായിരുന്നു കാണും. അത് പുളിച്ച് ഇപ്പോൾ വേഗം വീട് മുഴുവനും നിറയത്തക്ക രീതിയിൽ ആകുന്നതായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ക്ഷമിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് പത്രോസ് വന്നൊരു പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുകയും ചെയ്തു. എന്ത് ചോദിച്ചു എന്നറിയാമോ? കർത്താവെ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അപ്പോൾ പത്രോസിനോട് കർത്താവ് ഉത്തരം പറഞ്ഞു. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായത്തിൻ്റെ 35 വാക്യം. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നമ്മൾ ഭയക്കേണ്ട ഒരു വാക്യമാണ് കേട്ടോ. ഇത് ചെറിയൊരു വാക്യമല്ല. കുഞ്ഞുങ്ങളതുകൊണ്ട് കാണാതെ പഠിക്കണം, ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? കർത്താവ് നമ്മളോട് ക്ഷമിക്കില്ല എന്ന്. അയ്യോ, നമ്മളുടെ കർത്താവ് നമ്മളോട് പാപത്തെ ക്ഷമിച്ചു, നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. വീണ്ടും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവ് എന്നോട് ക്ഷമിക്കണമെന്ന്. നമ്മളിതൊക്കെ ഇങ്ങനെ പുളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ പല പാപങ്ങളും ദൈവം ക്ഷമിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? നമ്മൾ തെറ്റ് ചെയ്ത് കർത്താവിനോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് ക്ഷമിക്കണം. പക്ഷെ നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് നമ്മളോടും ക്ഷമിക്കത്തില്ല. അപ്പം അതാ ഈ വാക്യത്തിൻ്റെ അർത്ഥം. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ രക്ഷിച്ചു, നമ്മൾ സ്വർഗത്തിൽ പോകും, ദൈവത്തിൻ്റെ മക്കളാണ്, അതൊക്കെ ശരിയാണ്. എന്നാലും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ. അതിനെല്ലാം കോൺസിക്വൻസ് ഉണ്ട്. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മളോട് പല കാര്യങ്ങളും ക്ഷമിക്കത്തില്ല. നമ്മൾ ക്ഷമിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് ക്ഷമിക്കത്തില്ല. അപ്പോൾ നമുക്ക് സന്തോഷം കിട്ടത്തില്ല. അതുതന്നെയല്ല, അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കും. നമ്മളൊരാളോട് കയ്പായിട്ട് സംസാരിച്ചു, നമ്മളോടൊരാൾ കയ്പായിട്ട് സംസാരിച്ചു, നമ്മളത് ക്ഷമിച്ചിട്ടില്ല. പക്ഷെ നമ്മളറിയാതെയും കയ്പായിട്ട് നമ്മളും പലപ്പോഴൊക്കെ സംസാരിക്കും. എല്ലാ മനുഷ്യരും സംസാരിക്കും. ഒരാളെ കൂട്ടുകാരായിട്ടുള്ളവർ തമ്മിൽ വേദനിപ്പിക്കാത്തവരാരുമില്ല. സഹോദരന്മാരായിട്ടുള്ള ചേട്ടത്തിയനിയത്തിമാരായിട്ടുള്ള തമ്മിൽ വേദനിപ്പിക്കാത്ത ആരുമില്ല. ആങ്ങളെ പെങ്ങളന്മാരായിട്ടുള്ളവരിൽ തമ്മിൽ വേദനിപ്പിക്കാത്തതായിട്ട് ഒരു കുടുംബത്തിലും കാണത്തില്ല.
അമ്മയപ്പന്മാർ മക്കളെ വേദനിപ്പിക്കാത്തത് ഒരു കുടുംബത്തിലും കാണത്തില്ല. മക്കൾ അമ്മയപ്പന്മാരെ വേദനിപ്പിക്കാത്ത ഒരു കുടുംബവും കാണത്തില്ല. ഒന്നിച്ച് താമസിക്കുമ്പോൾ പറഞ്ഞ വാക്കുകളിൽ, ചെയ്ത പ്രവൃത്തികളിൽ അറിയാതെ അറിഞ്ഞും വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. എന്നാൽ നാം ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മളോട് ക്ഷമിക്കത്തില്ല. നമ്മൾ അന്യോന്യം ക്ഷമിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവും. അതൊക്കെ എത്രയല്ലേ ഉള്ളൂ. ഈ ലോകത്തിലെ ചില കാര്യങ്ങളാണ്. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാനും ക്ഷമിക്കത്തില്ലെന്ന്. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം, വെറുതെ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്, ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഈ വാക്യം ഒത്തിരി ഈസിയാണ്, പക്ഷെ ഒത്തിരി പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. ഇതാരാ പറയുന്നത്? കർത്താവാണ് പറയുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാരോട് ക്ഷമിക്കാത്ത കാര്യങ്ങൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളിൽ നിന്ന് അത് തന്നെ നമുക്ക് കിട്ടും. അതാരാ പറയുന്നത്? ദൈവം പറയുന്നത്. കാരണം കർത്താവ് നമ്മളോട് ക്ഷമിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും. അപ്പോൾ പിന്നെ എന്തുണ്ടാകും? അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നാം എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് പഠിക്കണം. എന്നിട്ട് പത്രോസ് കർത്താവിനോട് വന്നിട്ട് ചോദിച്ചു, കർത്താവേ, ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? ഒരു തെറ്റ് ചെയ്തതിന് 7 പ്രാവശ്യം ക്ഷമിച്ചാൽ മതിയോ? 7 പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ മനസ്സിലിരിക്കുമോ? ചില കാര്യങ്ങളുടെ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ അത് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ പൊങ്ങി വരും. എന്നാൽ നമ്മൾ ക്ഷമിച്ച കാര്യങ്ങൾ വീണ്ടും അത് ഇതായിട്ട് വരുമോ? ഇവിടെ പറയും 7 പ്രാവശ്യമല്ല, 70 വട്ടം എന്ന് വെച്ചാൽ 490 പ്രാവശ്യം ഒരു തെറ്റിനെ ക്ഷമിക്കണം. അയ്യോ, ഞാനിത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, എനിക്ക് ക്ഷമയേ ഇല്ല, ഞാൻ ക്ഷമിക്കാറേ ഇല്ല. പക്ഷേ എന്തു ചെയ്യണം? കർത്താവ് പറയാണ്, ഹൃദയപൂർവ്വം നീ ക്ഷമിക്കണം. കുഞ്ഞുങ്ങളെ നാം എങ്ങനെ ക്ഷമിക്കണം? നമ്മുടെ മാതാപിതാക്കന്മാരോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ ടീച്ചേഴ്സിനോട്, നമ്മളെ ഉപദ്രവിച്ചവരോട് നാം എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. അല്ലെങ്കിൽ എന്തു പറ്റും? കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തില്ല. നമ്മുടെ കൂട്ടുകാർ ക്ഷമിച്ചില്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു, അമ്മയപ്പന്മാർ ക്ഷമിച്ചില്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു, മക്കൾ ക്ഷമിച്ചില്ലെങ്കിൽ വേണ്ടില്ലായിരുന്നു. ഇത് കർത്താവ് നമ്മളോട് ക്ഷമിക്കയില്ലെന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നാം എങ്ങനെ ക്ഷമിക്കണം? മനഃപൂർവ്വം ക്ഷമിക്കണം. ഇവിടെയുള്ള ആൻറ്റിമാരറിയാം, ഭർത്താക്കന്മാരോട് ക്ഷമിക്കാത്തവരായിട്ടിരിക്കുന്ന അനേകം ആൻറ്റിമാർ കാണും. എന്തു ചെയ്യുക? അവർ പണ്ട് കാലത്ത് ചെയ്ത ക്രിയകൾ, കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ചെയ്ത ക്രിയകളെക്കുറിച്ച് 40 വർഷം കഴിഞ്ഞിട്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കത്തില്ല. എന്നിട്ട് അതിൻ്റെ അനുസരിച്ച് എന്തു ചെയ്യും? പ്രവർത്തിക്കും. വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നതന്നെ കൊയ്യുമെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്ന. അപ്പോൾ എന്തു പറ്റും? നമ്മളോടും ക്ഷമിക്കത്തില്ലെന്നേ. അതെന്തോരം കഷ്ടമാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു 70 വട്ടം ക്ഷമിക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് അത് കേട്ടപ്പോൾ പത്രോസ് എന്ത് വിചാരിച്ചു കാണും? നമ്മളെന്ത് വിചാരിക്കും? ഒരു തെറ്റ് ചെയ്തിട്ട് 490 പ്രാവശ്യം അന്ന് നമ്മൾ 490 പ്രാവശ്യം ഒരു തെറ്റ് ചെയ്തു, ക്ഷമ ചോദിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും തെറ്റ് ചെയ്തു, അത് തന്നെ ചെയ്തു, വീണ്ടും ക്ഷമ ചോദിച്ചു, വീണ്ടും തെറ്റ് ചെയ്തു. അങ്ങനെ ഒരു തെറ്റ് നിന്നോട് ചെയ്തിട്ട് 499 പ്രാവശ്യം ചെയ്തിട്ട് ആ 499 പ്രാവശ്യം ക്ഷമ ചോദിച്ചാലും നീ അവനോട് ക്ഷമിക്കണം എന്നാണ് പറയുന്നത്. നമ്മളെക്കൊണ്ട് സാധിക്കുമോ? വലിയ ബുദ്ധിമുട്ടാണ്, സാധിക്കത്തില്ല. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മോടും ക്ഷമിക്കുകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സാദൃശ്യം അവരോട് പറയുന്നുണ്ട്. ഒരു രാജാവിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആ രാജാവ് രാജാവ് തൻ്റെ ദാസന്മാരെ എല്ലാം കണക്ക് തീർപ്പാനായിട്ട് വിളിക്കുമ്പോൾ ഒരു മനുഷ്യനെ അവന് 10,000 താലന്ത് കടമ്പെട്ട ഒരുത്തിനെ കണ്ടു. രാജാവിൻ്റെ നോട്ടത്തിൽ അനേക ദാസന്മാരുണ്ട്. അതിലൊരു ദാസൻ 10,000 താലന്താണ് കടമ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവനെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ല എന്ന് പറഞ്ഞു. യജമാൻ പറഞ്ഞു അവനുള്ളത് ഒക്കെയും വിറ്റിട്ട്, ഭാര്യയും മക്കളെ ഒക്കെ വിറ്റിട്ട് കടം തീർപ്പാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ ആ യജമാൻ്റെ പാദത്തിൽ വീണ് അവനോട് ക്ഷമ ചോദിച്ചിട്ട് അവനെ എന്നെ ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യജമാൻ അവനോട് മനസ്സിൽ തോന്നിയിട്ട് അവൻ്റെ കടം അവനോട് ഇളച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവും അങ്ങനെ തന്നെയാണ്. നമ്മളോട് ഇളച്ചു തരുന്നവനാണ്. ക്ഷമിക്കുക തന്നെയല്ല, ഇളച്ചു കൊടുക്കുക. വേണ്ട, ഇനി അത് വേണ്ട എന്ന് പറയുന്ന കർത്താവാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലേ കുഞ്ഞുങ്ങളെ? അതും അങ്ങനെയാണ് നമ്മളെ രക്ഷിച്ചത്. നമ്മൾ പാപത്തിൻ്റെ അടിത്തറയിലായിരുന്നു, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തവരായിരുന്നു, നരകത്തിൽ പോകാൻ അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളോട് മനസ്സിൽ തോന്നി നമ്മളോടെല്ലാം അങ്ങ് ക്ഷമിച്ചു തന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തു. ഇത് നമ്മൾ അവിടെ
അവിടെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കടം ക്ഷമിച്ചു കിട്ടിയ വ്യക്തി അങ്ങോട്ട് പോയപ്പോൾ അവനും ദാസന്മാരുണ്ട്, കൂട്ടുദാസന്മാരാണ്, ഇതെല്ലാം യജമാൻ്റെ ദാസന്മാരാണ്. അപ്പോൾ വേറൊരു ദാസനെ കണ്ടപ്പോൾ അവൻ വെറും 100 വെള്ളിക്കാശ് ഈ മറ്റത് എത്രയാണ്, അത് എത്രയോ അധികമാണ്. 100 വെള്ളിക്കാശ് 10,000 താലന്തും 100 വെള്ളിക്കാശും വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവനെ കണ്ടപ്പോൾ പറഞ്ഞു, നിൻ്റെ കടം തന്നു തീർക്കാൻ പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, ക്ഷമിക്കണം യജമാനെ, ഞാൻ തന്നു തീർക്കാം, എനിക്ക് കുറച്ചും കൂടെ സാവകാശം ഞാൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ കൂട്ടുദാസൻ അവനോട് കരുണ തോന്നാതെ എന്ത് ചെയ്തു എന്നറിയാമോ? വീട്ടോളം അവനെ തടവിലാക്കിച്ചു. അതാണ് ക്ഷമിക്കാത്തവരുടെ കാര്യം. നാം ഓർക്കും നാം ക്ഷമിക്കുന്നവരാണെന്ന്. അല്ല, നാം ക്ഷമിക്കാത്തവരാ. നാം ഈ കൂട്ടുദാസനെ ഈ ദാസനെ ക്ഷമിച്ചു കിട്ടിയ ദാസനെ കൂട്ടാണ് കുഞ്ഞുങ്ങളെ നാം പലപ്പോഴും, സഹോദരിമാരെ നാം പലപ്പോഴും ഈ ദാസനെ കൂട്ടാണ്. അത് പറഞ്ഞു, ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. എന്തു ചെയ്തു? അവനെ കൊണ്ടുവന്ന് ജയിലിലിട്ടു, അവനെ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിലിട്ടു. തന്നു തീർക്കോളം കൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈ വിവരം മറ്റു ദാസന്മാരെ എന്ന യജമാനോട് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു. രാജാവിന് ദേഷ്യമായി. രാജാവ് ക്ഷമിച്ചതാണ്, കൊടുത്തു തീർത്തതാണ്. എന്നിട്ടും ചില കാര്യങ്ങൾ എന്തുണ്ടാകും? രക്ഷഭദ്രമാണ്, അതിന് ഇതല്ല. എന്നാൽ നാം ക്ഷമിക്കാതിരുന്നാൽ ചില കാര്യങ്ങളുണ്ടാകും. അതാണ് ഇവിടെ കാണുന്നത്. എന്തുപറ്റി? അവനെ വിളിച്ച് ആ ദുഷ്ടദാസൻ എന്നാണ് അവനോട് പറയുന്നത്. ക്ഷമിക്കാത്തവനോട് എന്താ കർത്താവ് പറയുന്നത്? ദുഷ്ടദാസനെ. ഇന്ന് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദുഷ്ടൻ എന്നുള്ള വാക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളോ? നമ്മളെക്കുറിച്ച് ദുഷ്ടദാസൻ എന്ന് പറയാൻ ദൈവം അങ്ങനെ ഒരു സാവകാശം ഉണ്ടാകാതിരിക്കട്ടെ. ദുഷ്ടദാസനെ എന്ന് ആ ദാസനോട് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? അവനെ പിടിച്ച് എന്ത് ചെയ്തു? കാരാഗ്രഹത്തിലിട്ടിട്ട് പറയാണ്, കടം തീർക്കോളം ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കുകയിൽ ഞാൻ ആ കടമൊക്കെ ഇടച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെ തീർക്കോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ഞാനും നീയും കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദണ്ഡന അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ ദണ്ഡിപ്പിക്കപ്പെടുന്നുണ്ടോ? പ്രയാസപ്പെടുന്നുണ്ടോ? കണ്ണുനീരിൽ കൂടിയാണോ പോണത്? ചിലപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ക്ഷമിക്കാത്തതുകൊണ്ടാണ്. നിങ്ങളെ ക്ഷമിച്ചാലേ നിങ്ങൾക്ക് ക്ഷമ കിട്ടത്തുള്ളൂ. 40 വർഷം പഴയത്, 30 വർഷം പഴയത്, 20 വർഷം പഴയത്, കുഞ്ഞുങ്ങൾക്ക് അത്രയും വർഷങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ആൻറ്റിമാരെക്കുറിച്ചോ അമ്മച്ചിമാരുടെ പ്രായത്തിലുള്ളവരെക്കുറിച്ചോ പറഞ്ഞത്, അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. എന്നാൽ കുഞ്ഞുങ്ങൾ 5 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ്, 17 വയസ്സ് വരെ മുമ്പിലുള്ള കാര്യങ്ങളെ ക്ഷമിക്കാത്തതുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഇന്ന് തന്നെ ക്ഷമിക്കണം. അല്ലെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കുന്നത് ദുഷ്ടദാസനെ എന്നാണ്. കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയില്ല എന്നാണ് നമുക്ക് ദണ്ഡനം തരികയും ചെയ്യും. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ക്ഷമിക്കുന്നവരായിട്ടിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. ഒന്നും കൂടെ വായിക്കാം. 18-35. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ക്ഷമിക്കണമെന്ന് ഞങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് സ്തോത്രം. 70 വട്ടം ക്ഷമിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. ഞങ്ങൾക്ക് പലപ്പോഴും സാധിക്കില്ല. കർത്താവേ, ഞങ്ങളെ സഹായിക്കണം. ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്ഷമിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും അനുഗ്രഹിക്കണം. നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിപ്പാൻ, പാപമില്ലാത്തവരായിട്ട് ജീവിപ്പാൻ, പരീക്ഷയിൽ അകപ്പെട്ടവരായിട്ടല്ല, പരീക്ഷയിൽ ജയിച്ചു നിൽക്കുന്നവരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതാത് സമയം ആൻറ്റി ഇടുന്നതായിട്ടുള്ള കഥ കിട്ടുന്നതാണ്. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.